BDJS-ന്റെ ചെയർമാൻ കൂടിയായ അല്ലെങ്കിൽ NDAയുടെ വൈസ് ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടൽ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ധർമ്മരാജൻ ഇവിടെ നിന്ന് ഈ പണം രാത്രിയിൽ വണ്ടിയിൽ കൊടുത്തുവിടുന്നത് എന്ന്. അതായത് ഒരു ഭൂമി ഇടപാടിൽ 2 ലക്ഷം രൂപ വരെയാണ് പരമാവധി കറൻസി ഇടപാട് നടത്താൻ കഴിയുക താൽക്കാലിക സാഹചര്യത്തിൽ. ചില പ്രത്യേക സാഹചര്യത്തിൽ അതിനപ്പുറത്ത് അനുമതി എടുത്തൊക്കെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കള്ള ഏർപ്പാടിൽ ഈ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ധർമ്മരാജന് പരാതിയുള്ള 25 ലക്ഷം മാത്രമാണെന്ന് തന്നെ കരുതിക്കോട്ടെ. ഈ പറയുന്ന 3.5 കോടി രൂപ എന്നുള്ള കണക്കിലേക്ക് ഒന്നും പോകണ്ട. 25 ലക്ഷമാണെങ്കിൽ അന്വേഷിക്കാൻ വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണല്ലോ, സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കേണ്ടവനാണല്ലോ. അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് ചോദിക്കണ്ടേ, സാറേ നിങ്ങൾ ഈ കാശ് മേടിക്കാൻ തയ്യാറായാണോ ഇരുന്നത്? 25 ലക്ഷം രൂപ കൊണ്ടുവന്നത് നിങ്ങൾ ഈ ഭൂമി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കള്ളപ്പണമായി അത് സ്വീകരിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരുന്നതെന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. ഇനി ഈ കൊടുത്തുവിട്ട ധർമ്മരാജൻ ഈ കേസിൽ പ്രതിയേ അല്ല. കേവലം ഹൈവേ റോബറി എന്നതിലേക്ക് മാത്രം ഈ കേസിനെ തന്ത്രപരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒതുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ഇത് നമുക്കറിയാലോ, പ്രതിപക്ഷം ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇത് ഒരു ഈ വാഷിംഗ് മെഷീൻ്റെ പണിയാണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്യുക, വാഷിംഗ് മെഷീനിൽ ഇട്ട് വെളുപ്പിച്ചെടുക്കുക, അതാണ് ആ വാഷിംഗ് മെഷീനായാണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത്. ആ ആരോപണത്തെ ശരിവെക്കുന്നതാണ്, വസ്തുതാപരമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ നടപടികൾ മുഴുവൻ. കാരണം നോക്ക് സനീഷ്, ഈ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ കാര്യത്തിലൊന്നും മൊഴിയെടുക്കാൻ പോലും വിളിച്ചു വരുത്തിയിട്ടില്ല. പോട്ടെ, ഇതൊന്നും വേണ്ട. ഈ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ച് 2024 ഉന്നയിച്ച തിരൂർ സതീഷ് ഉണ്ടല്ലോ, 2021 പോട്ടെ, 2024 ഈ ആരോപണങ്ങൾ ഉന്നയിച്ച തിരൂർ സതീഷ് എണ്ണി കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു തവണ വിളിച്ച് ചോദിക്കാമല്ലോ, സതീഷേ നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന്. അത് അന്വേഷിക്കാനുള്ള ബാധ്യത ഇവർക്കില്ല. ഇത് കള്ളപ്പണം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരാൾ വെളിപ്പെടുത്തുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ബാധ്യത. അല്ലാത്ത എന്തെല്ലാം ചില്ലറ ചീള് കേസുകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹർഷ, അതായത് ഇപ്പോൾ അവരെ വിളിച്ച് ചോദിച്ച് വേറെ സമയം കളയണ്ടല്ലോ. എന്തായാലും നമ്മൾ ഈ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ BJP നേതാക്കളെയും തിരൂർ സതീഷൊക്കെ എന്തിനാ വിളിക്കുന്നില്ലേ? അതായത് ED മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹർഷൻ, ഇവിടെ അരി എന്ന് പറയുന്നൊരു സംഗതിയാണ് മലയാളികൾ കഴിക്കാറ്. അരി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് അവരോട് നമ്മൾ പറയേണ്ടതാണ്. അതായത് 2021 ഏപ്രിൽ 6-ാം തീയതിയാണ് സംസ്ഥാനത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ്. 2021 ഏപ്രിൽ 6-ാം തീയതി. 2021 ഏപ്രിൽ 3-ാം തീയതിയാണ് കൊടകരയിൽ വെച്ച് പണം പിടിച്ചത്. ഇത് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് ഈ പണം പിടിച്ചത്. ആ പണത്തെക്കുറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ BJP കൊണ്ടുവന്ന പണമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കൾ ആകെപ്പാടെ ബഹളം ഉണ്ടാക്കുക, ചർച്ച നടത്തുക. ഇതേക്കുറിച്ച് BJP സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരാൾ തന്നെ വന്നിട്ട് വർത്തമാനം പറയുക. ഇത്രമാത്രം നേതാക്കൾക്കെതിരെ ആക്ഷേപം വരിക, ഇത്രക്ക് വലിയ മൊഴികളിലെ വൈരുദ്ധ്യം ഉണ്ടാകുക. എന്നിട്ട് ED തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഉയർന്ന ആരോപണങ്ങളെ പറ്റിയിട്ടോ ഞങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്താ കരുതുന്ന? മലയാളത്തിലെ ആളുകൾ അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ ആളുകൾ ഈ ഹിന്ദിയിൽ നിന്ന് വന്ന ED-ക്കാർ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ ആളുകൾ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല എന്നാണ്.